Hi all. So in this video we will discuss about the topic moving loads on three-hinged arches. So here we will discuss about the influence line diagram when a unit load moves from one end to the other end. നമ്മൾ ഓൾറെഡി ഫോർത്ത് മൊഡ്യൂൾ പഠിച്ചു എന്താണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം എന്നുള്ളത്. സോ റീകപ്പ് പോലെ ഞാൻ പറയാം. An influence line for a member is a graph representing the variation of internal force. Variation of internal force എന്ന് പറയുന്നത് റിയാക്ഷൻ, ഷിയർ, മൊമെന്റ്, ഡിഫ്ലക്ഷൻ എക്സെട്ര. ഇതാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ഇന്റർണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻ എ ഫിക്സഡ് സെക്ഷൻ ഓഫ് ദി മെമ്പർ ഡ്യൂ ടു എ യൂണിറ്റ് ലോഡ് ട്രാവേഴ്സിങ് എ സ്ട്രക്ചർ. സോ ഇവിടുന്ന് ഒരു യൂണിറ്റ് ലോഡ് സപ്പോസ് ഒരു ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആർസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ 4 ILD ആണ് വരയ്ക്കാൻ പോകുന്നത്. ILD for horizontal thrust, also moment at section D, normal thrust at section D, also the radial shear at section D. So here consider the three-hinged arch of span L and a rise H. Okay, first we will take the case of ILD for horizontal thrust H. സോ ഈ കേസിൽ നമുക്ക് സിഗ്മ FY ഈക്വൽ ടു 0 എടുത്ത് നോക്കാം. നമുക്കറിയാം ഇവിടെ മൂവ് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡാണ്. സോ VA പ്ലസ് VB ഈക്വൽ ടു 1 kN. Now we will take the moment at A. Sigma MA equals 0. We will get VB into L plus 1 into X. Anti-clockwise negative എടുത്ത് clockwise positive എടുത്ത് minus VB into L plus 1 into X equals 0. Therefore VB equal to X by L, corresponding VA equal to 1 minus X by L, that is L minus X by L. So vertical reaction കിട്ടി X by L ഉം L minus X by L ഉം. So നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. But the load is in portion AC. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ലോഡ് ഉള്ളത്, യൂണിറ്റ് ലോഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻ്റ് അറ്റ് C എടുക്കാം. ഓക്കെ, മൊമെൻ്റ് അറ്റ് C. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ റൈറ്റ് സൈഡ് ആർച്ചസ് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മൊമെൻ്റ് അറ്റ് C എന്താണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും വരിക? മൊമെൻ്റ് അറ്റ് C ഈക്വൽ ടു 0, H ഇൻറ്റു ഒറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു H, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ VB ഇൻറ്റു L/2 മൈനസ് VB ഇൻറ്റു L/2, കാരണം അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇറ്റ് ഈസ് H ഇൻറ്റു H മൈനസ് VB ഇൻറ്റു L/2 ഈക്വൽ ടു 0. ദഫ H ഈക്വൽ ടു VB ഇൻറ്റു L/2H. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു VB എന്ന് പറയുന്നത് X by L ആണ്. VB ഈക്വൽ ടു X by L ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ X/2H കിട്ടും. H ഈക്വൽ ടു X/2H. സോ നമ്മളിവിടെയുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. X ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിങ് ലെഫ്റ്റ് എൻഡിലാണ് X എങ്കിൽ എന്തായിരിക്കും വരിക? H ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ദെൻ ഹാഫ് ഓഫ് ദ സ്പാൻ X ഈക്വൽ L/2 ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. X/2H നമ്മൾ L/2, Xന് L/2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും H ഈക്വൽ ടു L/4H. സോ ദിസ് ഈസ് ദ വേരിയേഷൻ വെൻ ദ ലോഡ് ഈസ് ഇൻ പോർഷൻ AC. ഓക്കെ, യു വിൽ സീ ദാറ്റ് വെൻ ദ ലോഡ് ഈസ് ഇൻ പോർഷൻ CB. പോർഷൻ CBയിലാണ് ലോഡ് എങ്കിൽ നമുക്ക് അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം കേസ് തന്നെ ഇവിടെയും നമ്മൾ മൊമെൻ്റ് അറ്റ് C എടുക്കുകയാണ്. ഈ ലോഡ് നമ്മൾ ഈ പോർഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ലോഡ് പോർഷൻ BCയിൽ ഏതെങ്കിലും പൊസിഷൻ ഉണ്ടാവും. X ഡിസ്റ്റൻസ് ഫ്രം സപ്പോർട്ട് A. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻ്റ് അറ്റ് C തന്നെ എടുക്കാം. ആ സമയത്ത് നമുക്ക് ഇവിടെയുള്ള LHS മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ലോഡ് ഈ ഡയറക്ഷനിലേക്ക് വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഈ ലോഡ് ഇനി കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എന്താ വരിക? H ഇൻറ്റു H ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ് മൊമെൻ്റ് വരിക. ഓൾസോ VA ഇൻറ്റു L/2. Okay, so minus H into H plus VA into L/2 equal to 0. Therefore H equal to VA into L/2H. VA നമുക്കറിയാം L minus X by L ആണ്. into L/2H നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടും L minus X divided by 2H. ഓക്കെ, ദ സെയിം കേസ് ആണെങ്കിൽ നമുക്ക് when X equal to L/2 മിഡ് സ്പാനിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും H equal to L/4H. അതുപോലെ തന്നെ X equal to L ആകുമ്പോൾ നമുക്ക് H കിട്ടും 0. സോ നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട്
ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വെൻ എക്സ് ഈക്വൽ 0 എക്സ് ഈക്വൽ L/2 ഓൾസോ എക്സ് ഈക്വൽ ടു L ആകുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വേരിയേഷൻ എന്നുള്ള ഡയഗ്രാമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ദിസ് ഈസ് ILD ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. പൊസിഷൻ എയിലും ബിയിലും 0 ആയിരിക്കും. മാക്സിമം ഓർഡിനേറ്റ് എത്രയാണ്? L/4H. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ദി സെൻട്രൽ സ്പാൻ or at the central rise of the arch. അവിടെയാണ് നമുക്ക് മാക്സിമം ഓർഡിനേറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ILD ഫോർ മൊമെൻറ്റ് അറ്റ് ഡി ആണ്. ILD ഫോർ മൊമെൻറ്റ് അറ്റ് ഡി. നമുക്കറിയാം bending moment at any given section in the arch equal to B moment minus HY, horizontal thrust into the ordinate. അത് ഓൾറെഡി നമ്മൾ കേബിൾസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കേബിൾ ഡേയ്സിലാണെങ്കിൽ നമുക്കവിടെ ബി മൊമെൻറ്റ് മൈനസ് HY ഈക്വൽ ടു 0 എന്നുള്ള കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം കേബിൾ ഒരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ബി മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈക്വലൻ ബീമിലുള്ള മൊമെൻ്റ് ആണ്. അതായത് MD ഈക്വൽ ടു ബി മൊമെൻറ്റ് അറ്റ് ഡി, ബി മൊമെൻറ്റ് അറ്റ് ഡി മൈനസ് H ഇൻറ്റു YD. ഓക്കെ, അതാണ് നമ്മളെ മൊമെൻറ്റ് ബി മൊമെൻറ്റ് അറ്റ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് കേസാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ബി മൊമെൻറ്റ് അറ്റ് ഡീൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, അതുപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു YDൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രമാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. സോ നമുക്ക് ഇവിടെ എങ്ങനെ വരക്കാം? ഇൻ ദ ആർച്ച് വിൽ ഡ്രോ ദി ഡിഫറൻസ് ഡയഗ്രം ഓഫ് ബി മൊമെൻറ്റ് ഡയഗ്രം ആൻഡ് ദി HYD മൊമെൻറ്റ് ഡയഗ്രം. ഓക്കെ, നമുക്കറിയാം ILD ഫോർ എ ബി മൊമെൻറ്റ് അറ്റ് ഡി അതൊരു ട്രയാങ്കിൾ ആണ്. ഓൾറെഡി നമ്മൾ 4th മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ എ ബി മൊമെൻറ്റ് അറ്റ് ഡി ഏത് സെക്ഷനിലാണെങ്കിലും അതൊരു ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഓർഡിനേറ്റ് മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് Z ഇൻറ്റു L മൈനസ് Z/L. സോ നമുക്ക് ഈ സെക്ഷനിലുള്ള മാക്സിമം ഓർഡിനേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ILD എന്ന് പറയുന്നത് Z ഇൻറ്റു L മൈനസ് Z/L ആണ്. സോ നിങ്ങൾക്ക് അതെങ്ങനെയാണ് വന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളെ 4th മോഡ്യൂൾ നോട്ട്സ് റെഫർ ചെയ്ത് നോക്കുക. സോ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് Z ഇൻറ്റു L മൈനസ് Z/L ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു ILD ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇസ് എ ട്രയാങ്കിൾ വിത്ത് മാക്സിമം ഓർഡിനേറ്റ് ഓഫ് L/4H. അതാണ് നമ്മളിവിടെ വരച്ചത്, L/4H ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു L/4H എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദി ബി മൊമെൻറ്റ് ഡയഗ്രം. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് ഡയഗ്രാമാണ് നമ്മളെ ILD ഫോർ ദി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ഡയഗ്രാമാണ് ILD ഫോർ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എന്ന് പറയുന്നത്. So this is the influence line diagram for moment at D. Now we will move to the influence line diagram for normal thrust at D. Okay, നമുക്കറിയാം ഒരു ആർച്ചിലുള്ള നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് V sin theta plus H cos theta. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ആർച്ച് വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ആർച്ച് വിത്ത് ദി ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, നൗ ഹിയർ V ഈസ് ദി വെർട്ടിക്കൽ ഷിയർ. ഓക്കെ, നമുക്ക് അവിടെ ഇവിടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണ്, രണ്ട് ആണുള്ളത്. V sin theta ഉണ്ട്, H cos theta ഉണ്ട്. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ V cos theta ആൻഡ് H cos theta should be drawn. Okay, to get a diagram for the normal thrust. നമുക്കറിയാം ILD ഫോർ ദി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്, L/4H ആണ്. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ cos theta is shown in the figure. ILD ഫോർ H cos theta. ഓക്കെ, V എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഷിയർ അറ്റ് D ആണ്. ഓക്കെ, നമുക്ക് ഈക്വലൻ ബീമിലുള്ള വെർട്ടിക്കൽ ഷിയർ ആണ്. അത് നമ്മൾ ഓൾറെഡി 4th മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? L/Z ഉം L മൈനസ് Z/L ആണ്. ഓക്കെ, multiplied by sin theta will get the diagram for the ILD for V sin theta. സോ ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി. സോ ഈ ഡയഗ്രത്തിൽ തന്നെ രണ്ടും സൂപ്പർ ഇമ്പോസ് വരക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ കൂടി അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ഫോർ നോർമൽ ത്രസ്റ്റ് ഡി. ഫൈനലി ഇൻഫ്ലുവൻസ്ഡ് ILD വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് വരക്കേണ്ടി വരും. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരുള്ളൂ. ഓക്കെ,
Now we'll move on to the ILD for radial shear at D. Okay. So radial shear equation നമുക്കറിയാം QD equal to V cos theta minus H sin theta. Okay. അപ്പോൾ നമുക്ക് ഇതിലും രണ്ട് കേസസ് ഉണ്ട്. ILD for V cos theta ഉണ്ട്, ILD for H sin theta നമുക്കുണ്ട്. ഫസ്റ്റ് നമുക്ക് V cos theta ഡയഗ്രാം നോക്കാം. നമുക്കറിയാം ഒരു വെർട്ടിക്കൽ ഷിയർ വരുവാണ്, ഒരു ഷിയർ ഫോഴ്സിൻ്റെ ബീം വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ILDൻ്റെ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വേരിയേഷൻ ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ Z/L ഉം L - Z/L ആണ്. സോ മൾട്ടിപ്ലൈഡ് by cos theta will get Z/L cos theta into L - Z/L cos theta. Okay. So horizontal thrust ന്റെ ILD ഇതാണ് with maximum ordinate L/4H multiplied by sin theta. This is the ILD for H sin theta. So ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ILD for radial shear at D കിട്ടുന്നത്. Okay. Thank you.